ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു അടിപൊളി മട്ടൻ കറി ഉണ്ടാക്കിയാലോ. മട്ടനും പതിരും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അടിപൊളി കറി. മട്ടനും പതിരും ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു 2 വലിയ സവാള കൊത്തിയരിഞ്ഞത്, അതുപോലെ ഒരു വലിയ തക്കാളി, കുറച്ച് പച്ചമുളക്, ഇതെല്ലാം കൂടെ ഞാൻ വെട്ടി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കഴുകി വെച്ച ഇറച്ചി അതിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് കല്ലുപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു കുക്കറിനെ മൂടി വെച്ച് ഒരു 4 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതും ചൂടായി വരുമ്പോഴേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അതുകൂടാണ്ട് കുറച്ച് സ്പൈസസുകൾ, ജീരകം, കറുവപ്പട്ട, ഏലക്കായ, അങ്ങനെയുള്ള സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കുറച്ച് വറ്റൽമുളക് ചതച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഗരം മസാല, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കുക്കറിൽ വേവിച്ച ഇറച്ചി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പതിര് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ മസാലയും ഇതെല്ലാം കൂടെ പിടിക്കുന്ന അലക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു തൈര്, പുളിയില്ലാത്ത തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ കറി ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതാ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.